1947 ജൂലൈ 20 വത്തിക്കാൻ സ്ക്വയറിൽ പിയൂസ് 12 മാർപ്പാപ്പ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഒരു വിശുദ്ധനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ആ വേദിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു: ഞാനിന്ന് കത്തോലിക്ക സഭയ്ക്ക് നൽകുന്നത് ഒരു യഥാർത്ഥ മരിയ ഭക്തനായ വിശുദ്ധനെയാണ്. പേരിപ്രകാരമാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട്. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ് ഈ വിശുദ്ധൻ്റെ പ്രത്യേകത? ജീവിതത്തിൻ്റെ ആധ്യാത്മികതയിൽ സഹനങ്ങളും പീഡനങ്ങളും വേദനകളും കടന്നു വന്നപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ആത്മീയ അഭ്യാസത്തിൻ്റെ മാർഗമുണ്ടായിരുന്നു. യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകം എഴുതപ്പെടുമ്പോൾ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയിലേക്ക് വളരാൻ. ഇതൊരു അഭ്യാസമാണ്, ഇതൊരു തീർത്ഥയാത്രയാണ്. ഞാൻ എൻ്റെ ദൈവത്തിലേക്കുള്ള തീർത്ഥയാത്രയിൽ ഭൂമിയിൽ ജനിക്കപ്പെട്ട വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ യേശുവിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് പിടിക്കാൻ പറ്റിയ യഥാർത്ഥ കരമാണ് പരിശുദ്ധ അമ്മയെന്ന് ഈ 33 ദിവസത്തെ ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൃപ ലഭിക്കും. സ്ഥിരതയില്ലാത്തതാണ് പലരുടെയും അപകടം. അതുകൊണ്ട് ഈ 33 ദിവസം ജൂലൈ 13 മുതൽ ഓഗസ്റ്റ് 15 വരെ നമ്മൾ സ്ഥിരത എന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങി വയ്ക്കും, എന്നാൽ സ്ഥിരതയില്ല. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന് കിട്ടിയ സ്ഥിരതയുടെ കൃപ ഈ 33 ദിവസത്തിൽ നമുക്കും സ്വന്തമാക്കാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചും ത്യാഗം ചെയ്തും പരിഹാരം ചെയ്തും ബലിയർപ്പിച്ചും അനുദപിച്ചും നമുക്കൊരുങ്ങാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ആത്മീയ സ്ഥിരതയുടെ കൃപ ലഭിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.